ചില ദിവസങ്ങളിൽ അറിയാതെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു. വനിതാ കോളേജിൽ പഠിക്കുന്ന മുതിർന്ന ഒരു വിദ്യാർത്ഥിനിയെ അലട്ടുന്ന സങ്കടമാണിത്. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ സ്ഥിതി മാനസികമായി അവളെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അവളിലെ ധൈര്യത്തെ ചോർത്തിയിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ കേസും ഇതുതന്നെയാണ്. 1-2 ദിവസം ഇടവിട്ട് സ്ഥിരമായി മൂത്രമൊഴിക്കാറുണ്ടത്രേ. ഇത്ര വലുതായിട്ടും കിടക്കപ്പായയിൽ മൂത്രമൊഴിക്കുമോ എന്ന് സംശയിക്കാൻ വരട്ടെ. മുതിർന്ന വിദ്യാർത്ഥികളിൽ ഇത്തരം രോഗമുണ്ടാക്കുന്ന മാനസിക പ്രത്യാഘാതങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ. പ്രവാസ ലോകത്ത് നിന്നും ചെറുതല്ലാത്ത തോതിൽ ഇത്തരം വാർത്തകളുണ്ട്. അഭിമാന പ്രശ്നമായതുകൊണ്ട് പുറം ലോകം അറിയില്ല എന്ന് മാത്രം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ രാത്രികാലങ്ങളിൽ ആവർത്തിച്ച് അറിഞ്ഞോ അറിയാതെയോ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയാണ് എന്യൂറസിസ് എന്ന് പറയുന്നത്. ആൺകുട്ടികളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇതിനുള്ള കാരണങ്ങൾ 75% കുട്ടികളിലും ഇതൊരു ജനിതക രോഗമാണ് എന്നാണ് വസ്തുത. വളർച്ചാ വൈകല്യം, കൃത്യമായ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ അഭാവം, ജീവിതത്തിലെ ചെറിയ സമ്മർദ്ദങ്ങൾ എന്നിവയും ഇതിന് കാരണമാവാം. ഉദാഹരണത്തിന് ഇളയ കുഞ്ഞിന്റെ ജനനം, ശാരീരിക രോഗങ്ങൾ, സ്കൂളിൽ പോയി തുടങ്ങുക, വീട്ടിലെ പ്രശ്നങ്ങൾ എന്നിവ. ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരായ കുട്ടികളിലും ഇത് കാണപ്പെടുന്നു. മൂത്രാശയത്തിലെ അണുബാധ, നാഡീസംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, അപസ്മാരം, ചില മരുന്നുകളുടെ ഉപയോഗം, മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ എന്നിവയും ഇതിന് കാരണമാകുന്നു. ഒരിക്കൽ പോലും ഈ മൂത്രരോഗ നിയന്ത്രണം കൈവരിച്ചിട്ടില്ലാത്തവർക്ക് പ്രൈമറി എന്യൂറസിസ് എന്നും, കുറച്ചുകാലം മൂത്രനിയന്ത്രണം കൈവരിച്ച ശേഷം പിന്നീടത് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് സെക്കൻഡറി എന്യൂറസിസ് എന്നും പറയുന്നു. ഇനി ഇതിനുള്ള ചികിത്സ. ശരിയായ രീതിയിലുള്ള പെരുമാറ്റ ക്രമീകരണത്തിലൂടെ ഇത്തരം രോഗികളിൽ കാലക്രമേണ വലിയ മാറ്റങ്ങൾ സാധ്യമാണ്. രാത്രിയിൽ കിടക്കുന്നതിനു മുമ്പുള്ള 3 മണിക്കൂറിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. കിടക്കവിരി നനഞ്ഞ ഉടൻ ശബ്ദിക്കുന്ന മാട്രസ് അലാറം ഉപയോഗിക്കുക. മൂത്രമൊഴിച്ച ഉടൻ ഉണർത്തുക. മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ ഉണരാൻ പരിശീലിപ്പിക്കുക. സ്റ്റാർ ചാർട്ട് രീതി, പ്രതിഫലം നൽകൽ തുടങ്ങിയ പെരുമാറ്റ ചികിത്സകളും പ്രയോഗിക്കാം. എമിപ്രമിൻ പോലെയുള്ള ട്രൈസൈക്ലിക് വിഷാദവിരുദ്ധ ഔഷധങ്ങൾ, ഡെസ്മോപ്രസിൻ പോലെയുള്ള ഹോർമോണുകൾ എന്നിവയും പ്രയോജനം ചെയ്യും. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുവാനുള്ള ചികിത്സയും റിലാക്സേഷൻ പരിശീലനവും നൽകുക. പരിഹാസപൂർവമല്ലാതെ സ്നേഹപൂർവം ഇടപെടാനുള്ള നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകുക. ചികിത്സാ കാലയളവിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും രോഗിയുടെ മാനസിക നിലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. രാവിലെ ഉണർന്ന ഉടനെയുള്ള മാതാപിതാക്കളുടെ ശകാര വാക്കുകളും കുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതും രോഗിയെ മാനസികമായി തകർക്കും എന്നതിൽ സംശയമില്ല. ഒരുതരമായ അപകർഷതാബോധത്തിലേക്കും കുട്ടിയുടെ ഭൗതിക വളർച്ചാ മുരടിപ്പിലേക്കും ഇത് നയിച്ചേക്കും. ശകാരങ്ങളും അവഗണനയും മാറ്റിവെച്ച് മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെ പോസിറ്റീവായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് പ്രശ്നവൽക്കരിക്കാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. മൂത്രമൊഴിച്ചാൽ വിരിപ്പ് മാറ്റാൻ കുട്ടിയെ പഠിപ്പിക്കണം. സൗഹാർദ്ദത്തോടെ മാത്രം ഈ അവസ്ഥയെ കാണുന്നു എന്ന് കുട്ടിയെ ധരിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ പെരുമാറണം. മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ഒരിക്കലും അടിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് പരിഹസിക്കാതിരിക്കുക തുടങ്ങി ക്ഷമയും ധൈര്യവും സ്നേഹവും നൽകുന്ന ഇടപെടലുകളാണ് ആവശ്യം. മൂത്രമൊഴിക്കാത്ത ദിവസങ്ങളിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വഴി കുട്ടിയിൽ ആത്മവിശ്വാസം വളർത്താനും സഹായകരമാവും. പ്രവാസി റിസാലയിലെ മൂത്രമൊഴിക്കട്ടെ പക്ഷേ പായയിൽ വേണോ എന്ന പേരിൽ ഡോക്ടർ നൂറുദ്ദീൻ റാസിയുടെ ലേഖനമാണ് വായിച്ചത്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.